1998 ഒരു അമേരിക്കൻ പൗരൻ ഏകദേശം 8 ബില്യൺ രൂപയ്ക്ക് ഒരു ദ്വീപ് വാങ്ങുന്നു. മാപ്പിൽ നോക്കിയാൽ ഏകദേശം 75 ഏക്കർ വിസ്തീർണമുള്ള ഈ ദ്വീപ് കരീബിയൻ മേഖലയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വെർജിൻ ഐലൻഡിന്റെ ഭാഗമായിരുന്നു. ഈ ദ്വീപിന്റെ പേര് ലിറ്റിൽ സെന്റ് ജെയിംസ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊരു സ്വർഗ ദ്വീപ് പോലെയായിരുന്നു. അത്യന്തം മനോഹരമായ കടൽ തീരങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി, മധ്യത്തിൽ കൊട്ടാരം പോലെ തോന്നിക്കുന്ന ഒരു ആഡംബര ബംഗ്ലാവ്, ചുറ്റും ലക്ഷറി ഗസ്റ്റ് ഹൗസ്, 2 വലിയ സ്വിമ്മിംഗ് പൂളുകൾ, ജിം, ഹെലിപാഡ് വരെ ഉണ്ടായിരുന്ന ഒരു പ്രൈവറ്റ് ഐലാൻഡ്. എന്നാൽ ഈ സ്വർഗത്തിനുള്ളിൽ ഒളിഞ്ഞു കിടന്നിരുന്നത് വളരെ ഇരുണ്ട ഒരു സത്യമായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം, അതാണ് എപ്സ്റ്റീൻ ഫയൽസ്. ജെഫ്രി എപ്സ്റ്റീൻ എന്നത് ഒരു അമേരിക്കൻ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനെതിരെ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ 2019 ജയിലിൽ വെച്ച് തന്നെ അയാൾ മരണപ്പെടുന്നു. ഇപ്പോൾ അടുത്തിടെ ഈ കേസുമായി ബന്ധപ്പെട്ട ചില പഴയ രേഖകളും ഡോക്യുമെന്റുകളും വീണ്ടും പൊതുജന ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അതിനെ തന്നെയാണ് ആളുകൾ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് വിളിക്കുന്നത്. ഈ ഫയലുകളിലെല്ലാം അദ്ദേഹത്തിന്റെ യാത്രകളുടെ വിശദാംശങ്ങൾ, അയാളുമായി ബന്ധത്തിലുണ്ടായിരുന്ന ആളുകളുടെ വിവരങ്ങൾ, അതോടൊപ്പം ചില പ്രശസ്ത വ്യക്തികളുടെ പേരുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ ഒരിക്കലെങ്കിലും അയാളുമായി കണ്ടുമുട്ടിയവരോ അല്ലെങ്കിൽ പരിചയത്തിലുണ്ടായിരുന്നവരോ ആയിരിക്കാം. എന്നാൽ ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഒരു ഫയലിൽ പേര് വന്നതുകൊണ്ട് മാത്രം ആ വ്യക്തി കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് എന്ന് തീരുമാനിക്കാനാകില്ല. പല പേരുകളും വെറും ഒരു പരിചയം അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച എന്ന പരിധിയിൽ ഒതുങ്ങിയവയായിരിക്കാം. അവസാന വിധി പറയാൻ കഴിയുന്നത് കോടതിക്കും ഉറച്ച തെളിവുകൾക്കും മാത്രമാണ്. ഈ ഫയലുകൾ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ ആരംഭിച്ചു. ചിലർ ഇതിനെ ഒരു വലിയ രഹസ്യം പുറത്തായിരിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റു ചിലർ മുന്നറിയിപ്പാണ് നൽകിയത്, തെളിവുകളില്ലാതെ ആരെയും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന്. അതിനാൽ ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണെങ്കിലും നാം ഓരോ വാർത്തയും വിധിയോടെയും അന്വേഷണം നടത്തി മാത്രമേ സ്വീകരിക്കാനാകൂ. ട്രെൻഡ് കൊണ്ട് മാത്രം നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കില്ല. സത്യം എന്നും പൂർണ്ണമായ വിവരങ്ങളിലൂടെയും കോടതിയുടെ വിധിയിലൂടെയും മാത്രമേ പുറത്തു വരികയുള്ളൂ. ഈ വീഡിയോയിലൂടെ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കും. ഇതാണ് ആ കുപ്രസിദ്ധമായ ദ്വീപ്, ലിറ്റിൽ സെന്റ് ജെയിംസ് അഥവാ എപ്സ്റ്റീൻ ഐലാൻഡ്. ഏകദേശം 72 ഏക്കർ വിസ്തീർണമുള്ള ഈ ദ്വീപിൽ എല്ലാ തരത്തിലുള്ള ആഡംബരങ്ങളും ഉണ്ടായിരുന്നു. ലക്ഷറി റിസോർട്ടുകൾ മുതൽ പ്രൈവറ്റ് ഡോക്കുകൾ വരെ, ലൈബ്രറി മുതൽ സിനിമ ഹാൾ വരെ എല്ലാം അവിടെ സജ്ജമായിരുന്നു. ലോകത്തിലെ വലിയ വലിയ വ്യക്തികൾ ഈ ദ്വീപിലേക്ക് തുടർച്ചയായി വരികയും പോവുകയും ചെയ്തിരുന്നു. എന്നാൽ യഥാർത്ഥ സത്യം ഇതാണ്. പാർട്ടികളുടെയും അവധിക്കാല യാത്രകളുടെയും മറവിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ ഇവിടെ ദുരുപയോഗം ചെയ്തിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഈ ദ്വീപിൽ ചില അണ്ടർഗ്രൗണ്ട് ടണലുകൾ ഉണ്ടായിരുന്നു. ഈ ടണലുകൾ ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി നിർമ്മിച്ചത് എന്നും പറയപ്പെടുന്നു. ഒന്നാമതായി, ദ്വീപിലെ സ്റ്റാഫിന് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകാൻ, അതും മുകളിലുള്ള അതിഥികളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഇവയ്ക്കായി ഇവ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പ്രത്യേകമായി എലൈറ്റ് അതിഥികൾക്ക് വേണ്ടിയുള്ള ഒരു എസ്കേപ്പ് റൂട്ടായിരിക്കാം. ഈ എല്ലാറ്റിനുമിടയിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിച്ചത് ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളുമായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്ന ശക്തരായ ആളുകളുടെ പേരുകൾ കേട്ടാൽ അവർക്കെതിരെ നിൽക്കാൻ പോലും ആരും ധൈര്യപ്പെടില്ല, കുറഞ്ഞത് പല വർഷങ്ങളോളമെങ്കിലും. എന്നാൽ 2005 മാർച്ചിൽ ഈ മുഴുവൻ കഥയുടെയും മേലിരുന്ന മറവൊടുവിൽ നീങ്ങിത്തുടങ്ങി. കോർട്നി വൈൽഡ് എന്നൊരു യുവതി അസാധാരണമായി ധൈര്യം കാട്ടി ഫ്ലോറിഡയിലെ പാം ബീച്ച് പോലീസ് സ്റ്റേഷനിൽ ജെഫ്രി എപ്സ്റ്റീനെതിരെ ആദ്യ ഔദ്യോഗിക പരാതി നൽകി. ഈ കേസിൽ പോലീസും FBI-യും മറ്റ് അന്വേഷണ ഏജൻസികളും ശേഖരിച്ച തെളിവുകൾ എല്ലാവരെയും നടുക്കുന്ന തരത്തിലായിരുന്നു. ആ തെളിവുകളിൽ ഉൾപ്പെട്ടിരുന്നത് പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേരുകളായിരുന്നു, അവരുടെ അനുചിത ചിത്രങ്ങൾ, എപ്സ്റ്റീൻ ഐലാൻഡിലേക്കുള്ള ഫ്ലൈറ്റ് ലോഗുകളും യാത്രാരേഖകളും. ഈ എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കി. ഇവയൊക്കെയാണ് ഇന്ന് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇവിടെ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ആരായിരുന്നു ഈ ജെഫ്രി എപ്സ്റ്റീൻ? ഇവൻ ഇത്രയും പണം എവിടെ നിന്ന് വന്നു? ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ആളുകളുമായി ഇയാൾ എങ്ങനെ ബന്ധം സ്ഥാപിച്ചു? ആ രഹസ്യ ദ്വീപിൽ രഹസ്യ തുരങ്കങ്ങൾക്ക് പുറമെ FBI-ക്ക് മറ്റെന്തൊക്കെയാണ് ലഭിച്ചത്?
അതിലുപരി ഇത്രയും കർശനമായ സുരക്ഷിതമായ ജയിലിൽ ജെഫ്രിയുടെ മരണം നടന്ന ആ രാത്രി CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമായത് ഒരു യാദൃശ്ചിക സംഭവം മാത്രമായിരുന്നോ, അല്ലെങ്കിൽ ഇതിന് പിന്നിലും വലിയൊരു ശക്തിയുടെ കൈ ഉണ്ടായിരുന്നോ? ഒരു അസാധാരണ ഗണിത അധ്യാപകൻ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ലോകത്തിലെ ഏറ്റവും രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു സമ്പന്നനായി മാറി. 1970 ഡാൽട്ടൺ സ്കൂളിൽ നിന്നാണ് എപ്സ്റ്റീന്റെ തുടക്കം. എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലോകം വാൾസ്ട്രീറ്റിലായിരുന്നു. ഒരു അസാധാരണ ഗണിത അധ്യാപകൻ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ലോകത്തിലെ ഏറ്റവും രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു സമ്പന്നനായി മാറി. 1970 ഡാൽട്ടൺ സ്കൂളിൽ നിന്നാണ് എപ്സ്റ്റീന്റെ തുടക്കം. എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലോകം വാൾസ്ട്രീറ്റിലായിരുന്നു. വിക്ടോറിയസ് സീക്രട്ടിന്റെ ഉടമ ലെസ്ലി വാക്സ്നർ പോലുള്ള ബില്യണേഴ്സിന്റെ വിശ്വാസം നേടിയെടുത്ത എപ്സ്റ്റീൻ അവരുടെ പണം മാനേജ് ചെയ്യാൻ തുടങ്ങി. ഒരു ഫിനാൻഷ്യറായി കോടിക്കണക്കിന് ഡോളറുകളുടെ കമ്മീഷൻ, എലൈറ്റ് ക്ലാസുമായുള്ള സൗഹൃദങ്ങൾ, ന്യൂയോർക്കിൽ നിന്നും ഫ്ലോറിഡ വരെ നീളുന്ന ആഡംബര ബംഗ്ലാവുകളുടെ സാമ്രാജ്യം തന്നെ അവർ പടുത്തുയർത്തി. എന്നാൽ ഈ തിളങ്ങുന്ന ലോകത്തിന് പിന്നിൽ ഒളിഞ്ഞിരുന്നത് വളരെ ഭീകരമായ രഹസ്യമായിരുന്നു. പണവും അധികാരവും ഉപയോഗിച്ച് എപ്സ്റ്റീൻ നിരപരാധികളായ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ വേട്ടയാടുകയായിരുന്നു. ഇത് ലോകത്തിന് മുന്നിൽ ഒരു ബില്യണയർ ആയിരുന്ന, പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ഭീകര കുറ്റവാളിയായിരുന്ന ഒരു മനുഷ്യന്റെ കഥയാണ്. മാൻഹട്ടണിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് മാൻഷൻ, ന്യൂ മെക്സിക്കോയിലെ 75,000 ഏക്കർ വിസ്തീർണമുള്ള ബ്രാഞ്ച്, പാരീസിലെ ലക്ഷറി അപ്പാർട്ട്മെന്റുകൾ. ഇങ്ങനെ എപ്സ്റ്റീന്റെ രാജകീയ ജീവിതം ഒരു സ്വപ്നം പോലെ തോന്നുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ സാമ്രാജ്യം കരീബിയൻ കടലിലായിരുന്നു. ഏകദേശം 72 ഏക്കർ വിസ്തീർണമുള്ള ദ്വീപ്, ദ ലിറ്റിൽ സെന്റ് ജെയിംസ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എപ്സ്റ്റീൻ ഐലൻഡ്. ഈ ദ്വീപിലേക്ക് പോകാൻ എപ്സ്റ്റീൻ ഉപയോഗിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം പ്രൈവറ്റ് ജെറ്റ് ആയിരുന്നു. മീഡിയ അതിന് നൽകിയ പേര് ലോളിതൻ എക്സ്പ്രസ്. എന്നാൽ ഈ ദ്വീപിൽ വാസ്തവത്തിൽ നടന്നിരുന്നത് എന്തായിരുന്നു? റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ശക്തരായ ആളുകൾ ഇവിടെ അതിഥികളായി എത്തിയിരുന്നുവെന്നും അവിടെ കുറഞ്ഞ പ്രായത്തിലുള്ള കുട്ടികളെ ലക്ഷ്യമാക്കി കുറ്റകൃത്യങ്ങൾ നടന്നിരുന്നുവെന്നുമാണ്. എപ്സ്റ്റീന്റെ ലോകത്ത് പണം മാത്രം അല്ല, ലോകത്തിലെ ഏറ്റവും ശക്തരായ മുഖങ്ങളും ഉണ്ടായിരുന്നു. ബിൽ ക്ലിന്റൺ എപ്സ്റ്റീന്റെ പ്രൈവറ്റ് ജെറ്റിൽ 26 തവണ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൽ അന്താരാഷ്ട്ര യാത്രകൾ ഉൾപ്പെട്ടിരുന്നു. ഡൊണാൾഡ് ട്രംപ് 1990കളിൽ എപ്സ്റ്റീന്റെ അയൽക്കാരനും സുഹൃത്തുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. എന്നാൽ പിന്നീട് ഇരുവരും ശത്രുക്കളായി. ട്രംപ് അവകാശപ്പെട്ടത് അദ്ദേഹം ഒരിക്കലും എപ്സ്റ്റീന്റെ ഐലൻഡിലേക്ക് പോയിട്ടില്ല എന്നാണ്. എന്നാൽ ഏറ്റവും വലിയ ആഘാതം ലഭിച്ചത് ബ്രിട്ടീഷ് രാജകുടുംബത്തിനായിരുന്നു. പ്രിൻസ് ആൻഡ്രൂവിനെതിരെ ആരോപണം ഉണ്ടായി. എപ്സ്റ്റീന്റെ നിർദ്ദേശപ്രകാരം 17 വയസ്സുള്ള വെർജീനിയ എന്നൊരു പെൺകുട്ടിയെ അദ്ദേഹം പീഡിപ്പിച്ചിരുന്നു എന്ന്. പ്രിൻസ് ആൻഡ്രൂവിനൊപ്പമുള്ള വെർജീനിയയുടെ ആ പ്രശസ്ത ചിത്രങ്ങൾ ലോകമൊട്ടാകെ വൈറലാവുകയും ചെയ്തു. ഇതിന്റെ അന്തിമ ഫലം എന്താണെന്നറിയണ്ടേ? പ്രിൻസ് ആൻഡ്രൂവിന് തന്റെ എല്ലാ റോയൽ ചുമതലകളും ഉപേക്ഷിക്കേണ്ടി വന്നു. കോടികൾ വില വരുന്ന ഒരു സെറ്റിൽമെന്റ് തുക നൽകേണ്ടി വന്നു. അതിനു പുറമെ 2025 ഒക്ടോബറിൽ അദ്ദേഹത്തിൽ നിന്നും പ്രിൻസ് എന്ന രാജകീയ പദവിയും ഔദ്യോഗികമായി പിൻവലിച്ചു. ബിൽ ഗേറ്റ്സ് മുതൽ ഹോളിവുഡ് താരങ്ങൾ വരെ എല്ലാവരും ഒരിക്കലെങ്കിലും എപ്സ്റ്റീന്റെ സോഷ്യൽ സർക്കിളിന്റെ ഭാഗമായിരുന്നു. FBI എപ്സ്റ്റീന്റെ വീട്ടിൽ നിന്നും അനവധി CDകളും ഫോട്ടോകളും കണ്ടെത്തി. ഇതൊരു ഭീകരമായ സംശയം ഉയർത്തി. ലോകത്തിലെ ഈ ശക്തരായ ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണോ എപ്സ്റ്റീൻ ഇത് ശേഖരിച്ചു വച്ചിരുന്നത് എന്ന്. എന്നാൽ ഇന്ന് വരെയും നിയമവ്യവസ്ഥയ്ക്ക് ഒരു പൂർണ്ണമായ ക്ലൈന്റ് ലിസ്റ്റ് കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്സ്റ്റീന്റെ ബന്ധങ്ങൾ ഇന്നും ലോകത്തിന് ഒരു പരിഹരിക്കാത്ത രഹസ്യമായി തന്നെയുണ്ട്. എപ്സ്റ്റീന്റെ കുറ്റകൃത്യങ്ങൾ ആദ്യമായി പുറത്തു വന്നത് 2005 ഫ്ലോറിഡയിൽ നിന്നുള്ള കോർട്ട്നി വൈൽഡ് എന്ന യുവതി ഒരു അസാധാരണ ധൈര്യം കാണിച്ചു. പാം ബീച്ച് പോലീസിന് മുന്നിൽ ഒരു പരാതി നൽകി. പോലീസ് അന്വേഷണം ലോകത്തെ തന്നെ ഞെട്ടിച്ചു. അന്വേഷണത്തിൽ തെളിഞ്ഞത് എപ്സ്റ്റീൻ ഒരാളെയോ രണ്ടാളെയോ അല്ല, ഡസൻ കണക്കിന് കുറഞ്ഞ പ്രായത്തിലുള്ള പെൺകുട്ടികളെല്ലാം ഇരയാക്കിയിരുന്നു. ഇവിടെയാണ് തുടങ്ങുന്നത് ഈ ലോകത്തിന്റെ ന്യായ വ്യവസ്ഥാ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിഹാസം. ഈ പോലീസിൽ പരാതി നൽകിയ പെൺകുട്ടി പറഞ്ഞത്, റോയൽ പാം ബീച്ച് ഹൈസ്കൂളിൽ തന്നോടൊപ്പം പഠിക്കുന്ന ഒരു ക്ലാസ്മേറ്റ് തന്നെ ഒരു സമ്പന്നന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവളോട് പറഞ്ഞിരുന്നത് ഒരേ ഒരു കാര്യം മാത്രം, നീ ഒരു മസാജ് കൊടുക്കണം എന്ന് മാത്രം. അതിന് $200 മുതൽ $300 വരെ കിട്ടുമെന്ന്. പക്ഷെ അവൾ അവിടെ എത്തിയപ്പോൾ സംഭവിച്ചത് അതിലും ഭീകരമായൊരു കാര്യമായിരുന്നു. എപ്സ്റ്റീൻ ആ പെൺകുട്ടിക്ക് ഒരു ടവൽ കൊടുത്തുകൊണ്ട് അതുമാത്രം ഉടുത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. വസ്ത്രമെല്ലാം മാറ്റാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം അവളെ ലൈംഗികമായി പീഡിപ്പിച്ചു. പോലീസ് ആ പെൺകുട്ടിയോട് ഒരു ചോദ്യം മാത്രം ചോദിച്ചു, നിനക്കറിയാമോ ഇതുപോലെ എപ്സ്റ്റീന്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള മറ്റേതെങ്കിലും പെൺകുട്ടിയെ? അവൾ 2 പേരുകൾ പറഞ്ഞു. ആ 2 പെൺകുട്ടികളോട് സംസാരിച്ചപ്പോൾ വേറെ 2 പേരുകൾ പുറത്തു വന്നു.
അവരോട് സംസാരിച്ചപ്പോൾ വീണ്ടും 2 പേരുകൾ. പോലീസുകാർ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഈ ചെയിൻ ഒരിക്കലും നിൽക്കുന്നതായി തോന്നിയില്ല. ഒരു ഇരയെ ട്രാക്ക് ചെയ്യുന്നതിനുള്ളിൽ 2 പുതിയ ഇരകൾ കൂടി വെളിച്ചത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. വെറും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പാം ബീച്ച് പോലീസ് ചീഫ് 35 ഇരകളെ തിരിച്ചറിഞ്ഞു. ഇന്നും ഡസൻ കണക്കിന് ഇരകളെ ട്രാക്ക് ചെയ്യുകയാണ്. ഈ കഥയിലെ ഏറ്റവും ഹൃദയം തകർക്കുന്ന മൊഴികളിൽ ഒന്ന് ഇതായിരുന്നു. She led me up a staircase and we made a right into Jeffrey's room, and Jeffrey laying naked on the massage table. Jeffrey lifts his head up, looks at Ghislaine. I really wanted this job, so I opened up to them. I said, look, this is an opportunity of a lifetime for me. I've been on the streets, I've been abused, and that's the worst thing that I could have done, because I just let them know that I'm vulnerable and I'm their perfect type. പോലീസിന് ഇതൊരു ചെറിയ കേസ് അല്ല എന്ന് പെട്ടെന്ന് മനസ്സിലായി. ഇത് ശരിയായി ഓർഗനൈസ് ചെയ്യണമായിരുന്നു. ഓരോ പെൺകുട്ടികൾക്കും ഒരു പുതിയ പെൺകുട്ടിയെ കൊണ്ടുവരാൻ കൂടുതൽ പണം നൽകിയിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി മറ്റൊരാളെ കൊണ്ടുവന്നു, അവൾ 3ാമത്തെ ആളെ കൊണ്ടുവന്നു. ഈ രീതിയിൽ ഒരു ചെയിൻ ഉണ്ടായി. ഇതിൽപ്പെട്ട മിക്ക പെൺകുട്ടികളും 18 വയസ്സിന് താഴെയുള്ളവരായിരുന്നു. 2006 മെയ് മാസത്തോടെ പാം ബീച്ച് പോലീസ് എപ്സ്റ്റീനെതിരെ ശക്തമായ ഒരു കേസ് തയ്യാറാക്കി. കേസ് അത്രയും ശക്തമായിരുന്നതിനാൽ 2006 ജൂലൈയിൽ FBI സ്വയം അന്വേഷണത്തിലേക്ക് ഇറങ്ങി. ഈ അന്വേഷണത്തിന് ഒരു പേരും നൽകി, ഓപ്പറേഷൻ ലീപ് ഇയർ. എന്നിട്ട് 53 പേജുകളുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ഫ്ലോറിഡ മുതൽ ന്യൂയോർക്ക്, ന്യൂ മെക്സിക്കോ വരെ ഇരകളുടെ മൊഴികൾ ശേഖരിച്ചു. എപ്സ്റ്റീനെതിരെ അന്താരാഷ്ട്ര സെക്സ് ട്രാഫിക്കിംഗ് കുറ്റം ചുമത്തി. I suffered so much pain. So much pain. So much pain. I suffered so much pain. I was 14 years old. I was 16 years old. I was 16, 17. 14 years old. This is me. This was me. This is me. When I met Jeffrey Epstein. This is me when I met Jeffrey Epstein. There are about 1,000 of us. It's time to bring the secrets out of the shadows. It's time to shine a light into the darkness. ഇങ്ങനെ 36 പ്രായപൂർത്തിയാകാത്ത ഇരകൾ, ഡസൻ കണക്കിന് സാക്ഷികൾ. ഇങ്ങനെ FBI അന്വേഷണത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നു. ഇത്തരം ഒരു വ്യക്തി ജീവിതം മുഴുവനും ജയിലിൽ കഴിയേണ്ടതായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യം അതല്ലായിരുന്നു. ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുകയായിരുന്നു. മയാമിയിലെ ഫെഡറൽ അറ്റോർണി അലക്സാണ്ടർ അക്കോസ്റ്റ എപ്സ്റ്റീന്റെ വക്കീലുകളുമായി ഒരു രഹസ്യ ഡീൽ നടത്തുകയായിരുന്നു. ഈ ഡീൽ എപ്സ്റ്റീനെ രക്ഷിക്കാൻ തയ്യാറാക്കിയതായിരുന്നു. എപ്സ്റ്റീൻ വെറും 2 കുറ്റങ്ങൾ മാത്രം സമ്മതിച്ചാൽ മതി. അതിന് പകരമായി അവനും അവന്റെ സഹപ്രവർത്തകരും എല്ലാ ക്രിമിനൽ കേസുകളിൽ നിന്നും ഇമ്മ്യൂണിറ്റി നേടി. അതായത് അയാൾക്കെതിരെ വേറെ ഒരു കേസ് പോലും ഫയൽ ചെയ്യാൻ കഴിയില്ല. ഇതിലേറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഈ ഡീൽ സീല് ചെയ്തിരുന്നതാണ്. ആർക്കും ഈ കരാർ കാണാൻ പോലും അനുവാദമില്ല, ഇരകൾക്ക് പോലും. ആ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് പോലും ഇതിനെക്കുറിച്ചൊന്നും അറിയിച്ചില്ല. അമേരിക്കൻ നിയമപ്രകാരം ഇത്തരം ഡീലുകളിൽ ഇരകളെ അറിയിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ജൂൺ 30-ന് എപ്സ്റ്റീൻ കോടതിയിൽ ഹാജരായി. ഡീലിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ആ 2 കുറ്റങ്ങളും സമ്മതിച്ചു. അതിനുശേഷം അവന് ലഭിച്ച ശിക്ഷ വെറും 18 മാസം. അതെ, 18 മാസം. ഈ ശിക്ഷാകാലത്ത് എപ്സ്റ്റീന് പാം ബീച്ച് കൗണ്ടി ജയിലിലെ പ്രൈവറ്റ് ഹൗസിൽ തന്നെയാണ് താമസിപ്പിച്ചത്. അവന് ജയിലിൽ 6 ദിവസം, അതും ദിവസവും 12 മണിക്കൂർ അവന്റെ ലക്ഷറി ഹൗസിലേക്ക് പോകാനുള്ള അനുവാദം നൽകി. അതൊരു ഫസ്റ്റ് ക്ലാസ് ജയിലായിരുന്നു. എപ്സ്റ്റീൻ അവിടെ രാത്രികളിൽ ഉറങ്ങാൻ മാത്രമായിരുന്നു പോയിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടും ശിക്ഷാ കാലയളവ് കഴിയുന്നതിന് 5 മാസം മുൻപ് തന്നെ 2009 ജൂലൈയിൽ അയാളെ ജയിലിൽ നിന്നും വിട്ടയച്ചു. ഇതൊക്കെ സാധ്യമായത് ആ രഹസ്യ ഡീൽ കൊണ്ടാണ്. അലക്സാണ്ടർ അക്കോസ്റ്റ എപ്സ്റ്റീന് വേണ്ടി ആ ഡീൽ തയ്യാറാക്കി കൊടുത്തത് കൊണ്ടാണ്. കഥയിലെ ആദ്യത്തെ ട്വിസ്റ്റ് ഇനിയാണ് വരുന്നത്. ഇതാണ് അലക്സാണ്ടർ അക്കോസ്റ്റ. എപ്സ്റ്റീൻ പിന്നീട് അയാളുടെ പഴയ സുഹൃത്തായ ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ സർക്കാരിൽ ലേബർ സെക്രട്ടറിയായി. വർഷങ്ങളോളം എപ്സ്റ്റീൻ സാധാരണ ജീവിതം നയിച്ചു. അവനവിടെ ഒന്നും സംഭവിച്ചില്ല. അവൻ തന്റെ പ്രൈവറ്റ് ജെറ്റിൽ ലോകം ചുറ്റി. തന്റെ ഐലൻഡിൽ ലക്ഷറിയസ് പാർട്ടികൾ നടത്തി. ലോകത്തിലെ ഏറ്റവും സമ്പന്ന ആളുകളെ കണ്ടുമുട്ടി. ഇവിടെ കഥ അവസാനിച്ചില്ല.
വില്ല രക്ഷപ്പെട്ടു, പക്ഷേ ലോകത്തിന്റെ ഒരു കോണിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എപ്സ്റ്റീനെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ച ഒരു ജേർണലിസ്റ്റ്, ജൂലി കെ ബ്രൗൺ. അവൾ മയാമി ഹെറാൾഡിൽ ജോലി ചെയ്തിരുന്ന ഒരു അമേരിക്കൻ ഇൻവെസ്റ്റിഗേറ്റ് ജേർണലിസ്റ്റ് ആയിരുന്നു. 2009 എപ്സ്റ്റീനെ ജയിലിൽ നിന്നും വിട്ടയച്ചതിന് ശേഷം അവൾ ഈ കേസ് നിഴൽ പോലെ പിന്തുടർന്നു. വർഷങ്ങളോളം കേസ് പഠിച്ച ശേഷം 2018 നവംബർ മാസത്തിൽ അവൾ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. 1-2 അല്ല, എപ്സ്റ്റീന്റെ കുറ്റങ്ങളും സിസ്റ്റം എങ്ങനെ അവനെ രക്ഷിച്ചു എന്നും പറയുന്ന ഒരു മുഴുവൻ റിപ്പോർട്ട് സീരീസ്. ഇതിന് ജൂലി നൽകിയ പേര് പെർവേർഷൻ ഓഫ് ജസ്റ്റിസ്, നീതിയുടെ വികൃതം എന്നാണ്. ഈ റിപ്പോർട്ടുകൾ മീഡിയയിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കി. പൊതുജനങ്ങളുടെ ദേഷ്യം കത്തി ഉയർന്നു. എപ്സ്റ്റീനെതിരെ വീണ്ടും അന്വേഷണം നടത്തണം എന്ന ആവശ്യം ഉയർന്നു. ഈ സമ്മർദ്ദത്തിന്റെ ഫലമായി ന്യൂയോർക്കിൽ എപ്സ്റ്റീനെതിരെ വീണ്ടും അന്വേഷണം തുടങ്ങി. ജൂലി തന്റെ അന്വേഷണത്തിൽ 80-ലധികം സാധ്യമായ ഇരകളെ തിരിച്ചറിഞ്ഞിരുന്നു. അവരിൽ 8 പേരെ ഇന്റർവ്യൂ ചെയ്തു, ഡോക്യുമെന്റും ചെയ്തു. എവിഡന്റുകളെല്ലാം വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് 2019 ജൂലൈ മാസത്തിൽ എപ്സ്റ്റീൻ വീണ്ടും അറസ്റ്റിലാകുന്നു. ഇപ്രാവശ്യം നേരിട്ടുള്ള സെക്സ് ട്രാഫിക്കിംഗ് കുറ്റങ്ങൾ. 45 വർഷത്തെ ജയിൽ ശിക്ഷയാണ് അയാൾക്ക് നൽകിയത്. ഇവിടെയാണ് കഥയിലെ രണ്ടാമത്തെ ട്വിസ്റ്റ് വരുന്നത്. 2019 ഓഗസ്റ്റ് മാസം 10 എപ്സ്റ്റീൻ ജയിലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. അപമാനിതനായി ഫിനാൻഷ്യർ ജെഫ്രി എപ്സ്റ്റീൻ മരിച്ചു. സെക്സ് ട്രാഫിക്കിംഗ് ആരോപണങ്ങൾ നേരിടുമ്പോൾ ജയിലിൽ അവൻ സ്വയം ജീവനെടുത്തു. ന്യായവകുപ്പ് പിന്നീട് ഒരു വീഡിയോ റിലീസ് ചെയ്തു. എപ്സ്റ്റീന്റെ സെല്ലിലേക്ക് ആർക്കും കയറാൻ കഴിയില്ല എന്ന് തെളിയിക്കാനായിരുന്നു അത്. അയാൾ സ്വയം ജീവൻ എടുത്തതാണ് എന്ന് സ്ഥാപിക്കാൻ. പക്ഷെ അത് കൂടുതൽ കോൺസ്പിറസി തിയറിയിലേക്ക് വഴിതെളിച്ചു. ഒരു ട്വീറ്റ് വീണ്ടും ഷെയർ ചെയ്യപ്പെട്ടു. എപ്സ്റ്റീൻ സ്വയം കൊല്ലപ്പെട്ടിട്ടില്ല. ബിൽ ക്ലിന്റനെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ അവന്റെ കൈവശം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബിൽ ക്ലിന്റൺ അവനെ കൊന്നത് എന്ന്. എപ്സ്റ്റീൻ ഡിഡ്ന്റ് കിൽ ഹിംസെൽഫ്. ഈ ഒരു വാചകം ട്രംപിനെ പിന്തുണയ്ക്കുന്നവരിൽ ഒരു വലിയ ജനപ്രിയ മുദ്രാവാക്യമായി മാറി. 2024 അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് ഇതൊരു വലിയ വിഷയമാക്കി. അദ്ദേഹം വാഗ്ദാനം ചെയ്തത് ഇങ്ങനെയായിരുന്നു: ഞാൻ പ്രസിഡന്റായ ഉടനെ എപ്സ്റ്റീൻ ഫയലുകൾ പൂർണ്ണമായും പബ്ലിഷ് ചെയ്യുമെന്ന്. ഇന്റർവ്യൂസിലെല്ലാം ഇത് ചോദിക്കുമ്പോൾ ട്രംപ് പറഞ്ഞത് ഒന്ന് മാത്രം: അതെ, ഞാൻ ഇതെല്ലാം പബ്ലിഷ് ചെയ്യുമെന്ന്. 2025 ജനുവരിയിൽ ട്രംപ് തിരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിച്ചു. അദ്ദേഹം വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റായി. ഇപ്പോൾ ലോകം മുഴുവനും കാത്തിരിക്കുകയാണ് എപ്സ്റ്റീൻ ഫയലുകളെ, പ്രത്യേകിച്ച് ട്രംപിന്റെ പിന്തുണക്കാർ. പക്ഷേ 2025 ജൂലൈ മാസത്തിൽ ട്രംപ് സർക്കാരിന്റെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രഖ്യാപനം നടത്തി. എപ്സ്റ്റീന്റെ ക്ലയന്റ് ലിസ്റ്റ് എന്നൊന്നും ഇല്ല, ഇനി ആ ഫയലും റിലീസ് ചെയ്യില്ല എന്ന്. ഇതിനുശേഷം ട്രംപ് സ്വയം ഒരു യു-ടേൺ അടിച്ചു. അയാൾ ഈ എപ്സ്റ്റീൻ ഫയലുകളെ ബോറിംഗ് ഇഷ്യൂ എന്നാണ് വിളിച്ചത്. ഇത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരിക്കലും അവസാനിക്കാത്ത തട്ടിപ്പാണെന്നും പറഞ്ഞു. ഇതൊക്കെ വളരെ ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. FBI വാട്ടർ ഫ്രോഡ് പോലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യണമെന്നും പറഞ്ഞു. എപ്സ്റ്റീൻ പോലുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് സ്വയം സമയം നഷ്ടപ്പെടുത്തരുതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇതോടെ ട്രംപിന്റെ പിന്തുണക്കാർ പോലും ചോദിച്ചു തുടങ്ങി, ഇയാൾ എന്തിനാണ് ഇത്ര നിശബ്ദനായത് എന്ന്. പിന്നീട് എലോൺ മസ്കും ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തു. പക്ഷെ പറഞ്ഞ മെസ്സേജ് അത് വളരെ വ്യക്തമായിരുന്നു. ട്രംപിന്റെ അടുത്ത അനുയായികൾ പോലും സംശയിച്ചു തുടങ്ങി. ട്രംപും എപ്സ്റ്റീനും 20 വർഷത്തോളം അടുത്ത സുഹൃത്തുക്കളായിരുന്നു. 1980കളിൽ അവരുടെ സൗഹൃദം അത്രയും ആഴത്തിൽ പോയി. ഒരാളുടെ ബംഗ്ലാവിലും മറ്റൊരാളുടെ ഓഫീസിലും ട്രംപിന്റെ പ്ലാസ ഹോട്ടലുകളിലും കാസിനോകളിലും ഒരുമിച്ച് സമയം ചിലവഴിച്ചിരുന്നു. ഏകദേശം എല്ലാ പാർട്ടികളിലും ട്രംപിനൊപ്പം എപ്സ്റ്റീൻ കാണപ്പെട്ടിരുന്നു. എപ്സ്റ്റീന്റെ ഒരു മുൻ ജീവനക്കാരൻ പറയുന്നതനുസരിച്ച് 1990കളിൽ ട്രംപും എപ്സ്റ്റീനും ആഴ്ചയിൽ കുറഞ്ഞത് 3 തവണയെങ്കിലും ഫോണിൽ സംസാരിക്കുമായിരുന്നു. പലപ്പോഴും എപ്സ്റ്റീൻ ട്രംപിനെ വിളിക്കുമ്പോൾ സ്പീക്കറിലിട്ട് ഓഫീസിൽ നിന്ന് സംസാരിക്കും. ഈ സംഭാഷണങ്ങളിൽ ട്രംപ് ഏത് സ്ത്രീയുമായി എന്ത് ചെയ്തു എന്ന് എപ്സ്റ്റീനോട് ചെറിയ ശബ്ദത്തിൽ പറയും. മോഡലായ സ്റ്റേസി വില്യംസ് പറഞ്ഞതനുസരിച്ച് ട്രംപിനും എപ്സ്റ്റീനും ഇടയിൽ സ്ത്രീകൾ ഒരു ട്രോഫി പോലെയായിരുന്നു. 1993ൽ സ്റ്റേസി എപ്സ്റ്റീനെ ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം അവൾ അവനോടൊപ്പം ട്രംപ് ടവറിലേക്ക് പോയി. അവിടെ ട്രംപ് അവളെ തന്റെ അടുക്കലേക്ക് വലിച്ചിഴച്ച് അനുചിതമായി തൊട്ടു എന്നും അവൾ ആരോപിച്ചു. ഇതെല്ലാം നടക്കുന്നത് എപ്സ്റ്റീൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റേസി പറയുന്നതനുസരിച്ച് ട്രംപ് പിന്നാലെ നടക്കുന്ന ഒരു മോഡൽ തനിക്കുണ്ടായത് എപ്സ്റ്റീൻ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഇര പറഞ്ഞതനുസരിച്ച് എപ്സ്റ്റീൻ അവളെ മറ്റ് അതിഥികളുമായി ബന്ധത്തിനായി നിർബന്ധിപ്പിച്ച പാർട്ടികളിൽ ട്രംപും ഹാജരായിരുന്നു എന്ന്. 2002ൽ ട്രംപ് സ്വയം എപ്സ്റ്റീനെ കുറിച്ചൊരു പ്രസ്താവന നടത്തിയിരുന്നു. അതുപോലെ തന്നെ തന്റെ പുസ്തകമായ ട്രംപ് ദ ആർട്ട് ഓഫ് ദ കംബാക്ക്, ഇതിലും എപ്സ്റ്റീന് വേണ്ടി ട്രംപ് ഒരു കുറിപ്പ് എഴുതിയിരുന്നു. ടു ജെഫ്, യു ആർ ദ ഗ്രേറ്റസ്റ്റ്. ഇതായിരുന്നു ആ വാക്യം.
ഈ സൗഹൃദം കൊണ്ടാണ് ഇത്തരം കോൺസ്പിറസി തിയറികളും ഉണ്ടായത്. ട്രംപും എപ്സ്റ്റീൻ ഫയലിലെ ഒരാളാണോ എന്ന സംശയം. അതുകൊണ്ട് തന്നെ ഈ ഫയലുകൾ പൂർണ്ണമായും പബ്ലിക് ചെയ്യാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല എന്ന സംശയം. ഇതെല്ലാം കാരണം പൊതുജനങ്ങളിൽ ഈ വാർത്തകളും അഭ്യൂഹങ്ങളും പടരാൻ തുടങ്ങി. ഈ കോൺസ്പിറസി തിയറികൾ മൂലം ജനസമ്മർദ്ദം ഇത്രയും കൂടിയതോടെ 2025 നവംബറിൽ അമേരിക്കൻ കോൺഗ്രസിൽ ഒരു ബിൽ കൊണ്ടുവന്നു. ആ ബില്ലിൽ പറഞ്ഞിരുന്നത് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് 30 ദിവസത്തിനുള്ളിൽ എപ്സ്റ്റീൻ ഫയലുകൾ പൂർണ്ണമായും റിലീസ് ചെയ്യണം. അതൊരു അപൂർവ കാഴ്ചയായിരുന്നു. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും ഒരേ വിഷയത്തിൽ ഒരുമിച്ച് വോട്ട് ചെയ്തത്. അതായത് ഇവിടെ ഇന്ത്യയുമായി താരതമ്യം ചെയ്താൽ അമേരിക്കയിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ ആന്റി ഡിഫെക്ഷൻ നിയമം ഉപയോഗിച്ച് ഒരു പാർട്ടിക്ക് തങ്ങളുടെ എംപിമാരെ ഒരു ബില്ലിന് അനുകൂലമായോ എതിരായോ വോട്ട് ചെയ്യാൻ നിർബന്ധിപ്പിക്കാൻ കഴിയും. പക്ഷെ അമേരിക്കൻ പാർലമെന്റ് US കോൺഗ്രസിൽ ഓരോ അംഗത്തിനും സ്വന്തം മനസ്സനുസരിച്ച് വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു. ഒരു പാർട്ടിക്കും അവരെ നിർബന്ധിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ട്രംപ് വോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത്. അതേസമയം ചില ട്രംപ് പിന്തുണക്കാർ വളരെ ആവേശത്തിലായിരുന്നു. ഇനി ബിൽ ക്ലിന്റൺ പുറത്തേക്ക് വരും, വർഷങ്ങളായി നടന്നു വരുന്ന കോൺസ്പിറസി തിയറികൾ ഇനി തെളിയിക്കുമെന്നൊക്കെയായിരുന്നു അവരുടെ വിശ്വാസം. പക്ഷേ ഡിസംബർ 19 എന്ന ദിവസം വന്നപ്പോൾ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ചില 1000 ഫയലുകൾ മാത്രം റിലീസ് ചെയ്തു. അതും പകുതിയിലധികം വിവരങ്ങൾ കറുത്ത മാർക്കർ ഉപയോഗിച്ച് മറച്ചുവെച്ചതാണ്. ഈ ഫയലുകൾ വായിച്ച് മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാലും ആഴത്തിൽ വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ ഫയലുകളിൽ ബിൽ ക്ലിന്റനേക്കാൾ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചാണുള്ളത്. ഡൊണാൾഡ് ട്രംപിന്റെ പേര് എപ്സ്റ്റീൻ ഫയലുകളിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഒരു ഇമെയിൽ പ്രകാരം ട്രംപ് 8 തവണ എപ്സ്റ്റീന്റെ പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതേ ട്രംപ് തന്നെയാണ് ഞാൻ എപ്സ്റ്റീന്റെ വിമാനത്തിൽ ഒരിക്കലും കയറിയിട്ടില്ല എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു റിപ്പോർട്ടർ അയച്ച മറ്റൊരു മെയിലിൽ പറയുന്നത് ട്രംപിന് ഈ പെൺകുട്ടികളെ കുറിച്ച് അറിയാമായിരുന്നു. അവൻ മാക്സ്വെല്ലിനോട് ഇതെല്ലാം നിർത്താൻ പറഞ്ഞിരുന്നു. എപ്സ്റ്റീന്റെ വാദമനുസരിച്ച് ട്രംപിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് എല്ലാം അറിയാമായിരുന്നു. പക്ഷെ അയാൾ നിശബ്ദനായി, പോലീസിനെ അറിയിച്ചില്ല. ഇതിനിടയിൽ പുറത്തുവന്ന പുതിയ വെളിപ്പെടുത്തലുകൾ വീണ്ടും ഞെട്ടിച്ചു. FBI-ക്ക് ഒരു ഫോൺ കോൾ വന്നു. 2020 ഒക്ടോബർ മാസം 27-ന് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു ഈ കോൾ വന്നത്. ഒരു ഡ്രൈവർ ആയിരുന്നു ഈ ഫോൺ കോൾ ചെയ്തത്. അയാൾ FBI-യോട് പറഞ്ഞത് 1995-ൽ അയാൾ ട്രംപിനെ ടെക്സസ് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ട്രംപ് ഫോണിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. കോൾ റെക്കോർഡുകൾ പറയുന്ന അനുസരിച്ച് 4 വർഷത്തിനു ശേഷം 1999-ൽ ഡ്രൈവർ ഇത് ഒരു സ്ത്രീയോട് പറഞ്ഞപ്പോൾ ആ സ്ത്രീ അവനെ ശാന്തനാക്കി. അതിനുശേഷം ആ സ്ത്രീ പറഞ്ഞു, ട്രംപും എപ്സ്റ്റീനും എന്നെയും ബലാത്സംഗം ചെയ്തു എന്ന്. ആ സ്ത്രീ ഡ്രൈവറോട് പറഞ്ഞത്, ഒരു പെൺകുട്ടി എന്നെ ഒരു ലക്ഷറി ഹോട്ടലിലേക്കോ ഒരു കെട്ടിടത്തിലേക്കോ കൊണ്ടുപോയി. അവിടെ വെച്ച് അവൾ ബലാത്സംഗത്തിന് ഇരയായി. ഇതുകൂടാതെ എപ്സ്റ്റീൻ ഫയലുകളിൽ മറ്റൊരു ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു. എപ്സ്റ്റീൻ ഒപ്പിട്ട ഒരു കത്ത്. ആ കത്തിൽ എഴുതിയിരുന്നത്, നമുക്ക് ഒരേയൊരു സാധാരണ കാര്യമുണ്ട്, നമ്മുടെ യുവതികളോടുള്ള പ്രേമം. നമ്മുടെ പ്രസിഡന്റും നമ്മളെപ്പോലെ തന്നെ ചെറിയ പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നമ്മൾ ജയിലിൽ കിടന്ന ഭക്ഷണം കഴിക്കണം. അയാൾ പ്രസിഡന്റ് ആണല്ലോ. ജീവിതം വളരെ അനീതിയുള്ളതാണ് എന്ന്. ഈ കത്ത് 2019-ലാണ് എഴുതിയത്. ആ സമയത്ത് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, നിഷ്പക്ഷമായിരിക്കേണ്ട ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഒരു സർക്കാർ സ്ഥാപനമാകേണ്ടതിന് പകരം ട്രംപിന്റെ പേഴ്സണൽ ലോയർ പോലെ പെരുമാറാൻ തുടങ്ങി. ഈ ബലാത്സംഗ ആരോപണങ്ങളെ അസത്യം, സെൻസേഷണൽ എന്നൊക്കെ വിളിച്ചു. അതുപോലെ തന്നെ ആ കത്തും ഒരു അന്വേഷണ റിപ്പോർട്ടും ഇല്ലാതെ ഫേക്ക് എന്ന് പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പിന് മുൻപ് എപ്സ്റ്റീൻ ഫയലുകളെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്ന് അതേ ഫയലുകളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. എപ്സ്റ്റീൻ ഐലാൻഡിലേക്ക് പോയവരുടെ ക്ലൈന്റ് ലിസ്റ്റുകൾ ഇന്നും പബ്ലിക് ചെയ്തിട്ടില്ല. എപ്സ്റ്റീന്റെ കാര്യമാണോ? അതൊന്നും ചെയ്യാൻ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് ഒരിക്കൽ പറഞ്ഞ ട്രംപ് ഇന്ന് തന്റെ തന്നെ പിന്തുണക്കാർ വ്യാപിപ്പിച്ച കോൺസ്പിറസി തിയറികളുടെ ഭാരം സ്വയം ചുമക്കുകയാണ്. എന്നാൽ ഇനിയും ഈ കഥയിൽ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. എപ്സ്റ്റീൻ ഫയലുകൾ ഇനിയും പൂർണ്ണമായും റിലീസ് ചെയ്തിട്ടില്ല. 10 ലക്ഷത്തിലധികം ഡോക്യുമെന്റുകൾ ഇന്നും പുറത്തു വരാനുണ്ട്. അവയെല്ലാം ഇതുവരെയും പബ്ലിക് ചെയ്തിട്ടില്ല. ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഈ ഡോക്യുമെന്റുകളിൽ ഒരുപാട് റിഡാക്ഷൻ നടക്കുകയാണ്, അത് പൂർത്തിയാകാൻ കുറച്ച് ആഴ്ചകൾ എടുക്കുമെന്ന്. ഇതുവരെ റിലീസ് ചെയ്ത ഫയലുകളിൽ പോലും കറുത്ത മാർക്കർ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ മറച്ചിരുന്നു. തീയതികൾ നീക്കി. പല പേജുകളിലും പകുതിയിലധികം കറുത്ത മാർക്കർ കൊണ്ട് മൂടി. പക്ഷെ പലയിടങ്ങളിലും ഈ മായ്ക്കൽ ശരിയായി നടത്തിയിട്ടില്ല. ചില ഫയലുകളിൽ ഒരു സാധാരണ ഫോട്ടോഷോപ്പ് ട്രിക്ക് ഉപയോഗിച്ചാൽ പോലും മറച്ചുവെച്ച വാക്കുകൾ വായിച്ചെടുക്കാൻ കഴിയും. പല ഡോക്യുമെന്റുകളിലും അതുപോലും വേണ്ട. മറച്ചുവെച്ച ചില വാക്കുകൾ കോപ്പി ചെയ്ത് മറ്റ് ഡോക്യുമെന്റുകളിൽ പേസ്റ്റ് ചെയ്താൽ വ്യക്തമായി കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഇനിയും എന്തൊക്കെയാണ് ഈ ഫയലുകളിൽ മറഞ്ഞിരിക്കുന്നത്?
ശക്തരായ വ്യക്തികൾക്കെതിരെ തെളിവുകൾ ഉണ്ടോ? എപ്സ്റ്റീൻ ഐലൻഡിലേക്ക് വന്നവരുടെ ഒരു പൂർണ്ണ പട്ടികയുണ്ടോ? ഇത് നമുക്ക് കാലത്തിന് പരിഹരിക്കാനാകൂ. എത്ര പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, ബില്യണയർമാർ, അറബുകൾ, രാജകുമാരന്മാർ, എത്ര പേരുകൾ എപ്സ്റ്റീന്റെ ബ്ലാക്ക് ബുക്കിൽ നിന്നും പുറത്തേക്ക് വരുമെന്ന് കാത്തിരുന്ന് കാണാം. ജെഫ്രി എപ്സ്റ്റീന്റെ കഥ നമുക്കൊരു വലിയ പാഠം പഠിപ്പിക്കുന്നു. പണവും അധികാരവും ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങളെ മറയ്ക്കാൻ കഴിയും, പക്ഷെ അവയെ മായ്ക്കാൻ കഴിയില്ല. കർമ്മിത നീതി ശബ്ദമില്ലാതെ ആയിരിക്കാം, പക്ഷെ അത് വീഴുമ്പോൾ അഹങ്കാരത്തിന്റെ വലിയ കോട്ടകൾ പോലും മണ്ണിൽ കലരുക തന്നെ ചെയ്യും. പണവും അധികാരവും ഉപയോഗിച്ച് സത്യത്തെ കുറച്ചുകാലം മറച്ചു വയ്ക്കാൻ കഴിയും, പക്ഷേ അതിനെ ശാശ്വതമായി മാറ്റാൻ ഒരിക്കലും കഴിയില്ല. ശക്തരായ പേരുകൾ, വലിയ ബന്ധങ്ങൾ, രഹസ്യ കരാറുകൾ ഇവയൊക്കെ ഉണ്ടായാലും ഒരു കുറ്റം ചെയ്താൽ അതൊരു നാൾ പുറത്തു വരും. നിശബ്ദരായ ഇരകളുടെ ശബ്ദം വൈകിയെങ്കിലും ലോകം കേൾക്കും. എപ്സ്റ്റീന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: നിയമത്തിന് മുൻപിൽ ആരുമില്ല. നീതി വൈകിയേക്കാം, പക്ഷെ അതൊരിക്കലും വഴിതെറ്റില്ല. എപ്സ്റ്റീൻ ഫയലുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.